ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 2025 തന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്ന ജാസി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ജാസി എന്ന് പറയുന്ന ഒരാൾ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആളിപ്പോഴും പെണ്ണൊന്നും ആയിട്ടില്ല കേട്ടോ. എന്തോ ഒരു സർജറി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അന്നൊരു വീഡിയോ ഇട്ട്. അതായത് ഞാൻ പൂർണ്ണമായി ഒരു സ്ത്രീയായി കഴിഞ്ഞു, ആ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഒന്ന് മണ്ടന്മാരാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏതെന്തോ വേറെന്തോ സർജറിയാണ്. അപ്പോൾ എന്തായാലും അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ട്രോളുകളും റിയാക്ഷൻസും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ജാസിയുടെ ആ ഒരു എക്സ്പ്രഷനൊക്കെ, ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണ്ടേ. നിൽക്കുമ്പോഴൊക്കെ ഒരാളെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഭയങ്കര പെയിന്. ഇങ്ങനെ ബോഡി വലിയുമ്പോൾ ഒരു പെയിന് വരുന്നുണ്ട്. ഈ ബ്രസ്റ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ, ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ എണീക്കുമ്പോൾ ഭയങ്കര വേദന. ഒരാളെ പിടിച്ചെണീക്കുമ്പോൾ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് എണീക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ട്. വേദന ഒന്നുമില്ല. അത് അങ്ങനെ നടന്നു ലാസ്റ്റ് അങ്ങനെ ആയിപ്പോട്ടാ. കുഞ്ഞിക്കുവനത് ദിലീപിന്റെ പോലെ ആയിപ്പോ. എനിക്ക് ഈ ജസ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കണോണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. ഹലോ, ജാസിയാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് കുളിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു ഇനി കുളിക്കൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് കുളിക്കാൻ വേണ്ടി പോയി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒന്ന് ഒറ്റയ്ക്ക് കുളിക്കാൻ, രണ്ട് സ്റ്റിച്ചിട്ട ഭാഗങ്ങളിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ അതൊരു പേടി എനിക്ക്. പക്ഷേ ആഷി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ ശേഷം തലയെല്ലാം അവനാണ് എനിക്ക് തുടച്ചു തന്നത്. കാരണം എനിക്ക് കൈ ഭയങ്കരമായിട്ട് അങ്ങനെ മൂവ് ചെയ്യാനൊന്നും എനിക്കിപ്പോൾ കുറച്ച് പ്രയാസമുണ്ട്, പെയിൻ ഉള്ളതുകൊണ്ട്. അങ്ങനെ ജാസിയാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അതായത് ആണായിട്ടുള്ള ഒരു വ്യക്തി പെണ്ണായി എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാൾ സാരിയൊക്കെ ഉടുത്ത് ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു. പക്ഷേ പുള്ളിക്കാരൻ സർജറി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സർജറി കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് എൻ്റെ സർജറി കഴിഞ്ഞു, ഞാൻ പൂർണ്ണമായൊരു സ്ത്രീയായി, എന്നെ കളിയാക്കിയവരും എന്നെ കുറ്റം പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ എനിക്ക് തല ഉയർത്തി പറയാം ഞാനൊരു സ്ത്രീയായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീരവാദങ്ങളൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും വിചാരിച്ചു, ഓ എന്തൊക്കെ പറഞ്ഞാലും അവർ സർജറി ചെയ്തു, അവരിപ്പോൾ ഒരു സ്ത്രീയായി മാറി എന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ പറഞ്ഞ ആ ഒരു കാര്യം തെറ്റായിരുന്നു. ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത സർജറി എന്താണെന്ന് ആർക്കും വ്യക്തമായി അറിയില്ല. അത് സർജറി ചെയ്ത ഡോക്ടറിനും പിന്നെ ഈ ജാസിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇതിപ്പോൾ എന്ത് സർജറിയാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമായി ആർക്കും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഡൗൺ സർജറി ചെയ്തിട്ടില്ല. അതായത് അവർ ഒരു പുരുഷനാണല്ലോ, അവരുടെ ആ പുരുഷൻ്റെ ആ ഒരു അവയവമൊന്നും മുറിച്ച് മാറ്റിയിട്ടില്ല എന്നാണ് വ്യക്തമായി അറിയാൻ കഴിയുന്നത്. പിന്നെ ഉള്ളത് ഈ ബ്രസ്റ്റ് വളരാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സർജറി ഉണ്ട്, അതാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതും തെറ്റാണെന്നൊക്കെ ഇവരുടെ കൂടെയുള്ള, അതായത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് സർജറി ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഡോക്ടേഴ്സിനോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഈ പറയുന്ന സർജറി ഒന്നും ജാസിക്ക് അവിടെ ചെയ്തിട്ടില്ല, പകരം വേറെന്തോ അസുഖത്തിന് വേണ്ടിയിട്ട് വന്നൊരു സർജറിയാണ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിതൊക്കെ ചെയ്യുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ സർജറി ചെയ്ത് ഇവർക്കൊരു പുരുഷനിൽ നിന്നൊരു സ്ത്രീ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണ്? ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവർ ചെയ്യട്ടെ. ഇവർ എന്തോ സർജറി ചെയ്ത് ഒട്ടനെ വീഡിയോ ആയിട്ട് വന്നേക്കോ, ഞാനൊരു സ്ത്രീയായി മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി വന്ന. ഇപ്പം എന്തായി? എല്ലാവരും കൂടെ എടുത്ത് വെച്ച് അലക്കുകയാണ്. അതായത് ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ ആൾക്കാർ വന്നിട്ട് ഇവർക്കെതിരെ ഇപ്പം സംസാരിക്കുകയാണ്. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലാതെ ഈ പറയുന്ന ജാസിയും ഇവൻ്റെ കൂടെ വേറൊരുത്തരുണ്ടല്ലോ ആഷി എന്ന് പറയുന്ന ഒരു മരവാഴ, ഇവനും കൂടെ വന്നിരുന്നിട്ട് നാഴികയ്ക്ക് 40 വട്ടവും വീഡിയോസ് ഇടും, ലൈവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുന്നു എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് നോക്കുന്നത്, എനിക്ക് എന്ത് സർജറിയാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ആൾക്കാർക്ക് എന്തൊരു ഉത്സാഹമാണ്, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നങ്ങ് പ്രസംഗിക്കുക അല്ലേ. നമ്മളാരും ഇവരുടെ പുറകെ ചെന്നില്ലേ. ഇവരാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് വന്നത്, എൻ്റെ സർജറി കഴിഞ്ഞു, ഞാൻ പെണ്ണായി, മറ്റതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഇവരായിട്ടാണ് വീഡിയോ ആയിട്ട് വന്നത്. ഇവരങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഇവർ സർജറി ചെയ്യുകയോ ആണായിട്ട് അല്ലെ പെണ്ണാകുകയോ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഇതുപോലെയൊക്കെ വന്നിട്ട് ഓരോരോ കള്ളത്തരങ്ങളൊക്കെ പറയുമ്പോൾ അത് കണ്ടിരിക്കുന്നവർ പൊട്ടന്മാരല്ല. പ്രത്യേകിച്ച് ഇതേ കമ്മ്യൂണിറ്റിയിൽ, ഇവരുടെ ഇതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ ഈ ജാസിക്ക് എതിരായിട്ട് എന്തൊക്കെയാണ് പറയണതെന്നറിയാമോ? കാരണം അവരുടെ ആ ഒരു കമ്മിറ്റിക്ക് തന്നെ നാണക്കേടാവും ഇതാണ് ഈ ജാസി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇത്രയും നാളും ഒരു സർജറിയും ചെയ്യാതെയാണ് ഈ സാരി ഉടുത്ത് ഭയങ്കര പെണ്ണാണെന്നുള്ള രൂപത്തിൽ നടന്നത്. ഇപ്പോഴും ഈ പറയുന്ന ജാസി ഒരു പുരുഷനാണ്.
അവരുടെ ലുക്കും അല്ലെ കുറച്ച് മുടി വളർത്തിയത് കൊണ്ടോ അല്ലെ മീശയും താടിയൊക്കെ വടിച്ച് കളഞ്ഞ് കുറേ മേക്കപ്പ് ചെയ്തുകൊണ്ടോ ഒരു സ്ത്രീ ആകുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴും അവരുടെ ഡൗൺ സർജറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവരുടെ ജെൻഡർ ഇപ്പോഴും അവരൊരു പുരുഷനാണ്. ഇത്രയും നാൾ വന്നിട്ട് ജനങ്ങളെ പറ്റിച്ച് സാരി ഉടുത്ത് മേക്കപ്പും ഒക്കെ ചെയ്ത് നടന്നു. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? എന്തായാലും ഇതിലൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസിക്കെതിരെ വന്നിരിക്കുന്ന ചില ട്രോളുകളുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2025 ഏറ്റവും വലിയൊരു തമാശ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ജാസിയുടെ തന്നെ കാര്യമാണ് കേട്ടോ. ഇനി ഞാനത് മുറിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഈ കായ് മുറിച്ച് ഉണ്ട്. ഇതാ വെളിച്ചെണ്ണ കുപ്പി. ഇനി ഇതും 3 ഉണ്ടുണ്ട്. 1 എക്സ്ട്രാ ഉള്ളതാ. ഇതിങ്ങനെയൊക്കെ കാണിച്ചിട്ടും ഓരോ തെണ്ടികള് പറയുന്നു മുറിച്ചിട്ടില്ല. നല്ല ഇടങ്ങറുണ്ട്. ഞാൻ ഇത് എങ്ങനെ കാണിച്ചു തരാം? അപ്പൊ ഞാന് പറ്റിച്ചേ പൊന്നെ സഖി. എന്തിനാ പിണക്കമെന്നോട്? എന്തിനാ? അല്ല പൊന്നെ പെൺവേദന പറ്റിച്ചേ. എന്താ ജാസി, എന്താ പറ്റിയേ? നിങ്ങളെല്ലാരും എന്നെ വട്ടട്ടോ ഉപദ്രവിച്ചിട്ട് എൻ്റെ ആ വായക്കായി മുറിക്കാൻ പോയി. ആ വായക്കായി മുറിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു, എന്താ അത് മുറിച്ചൂടേന്ന്. എൻ്റെ കാക്ക് ഇഷ്ടമല്ലാത്തോണ്ട് അതവനിക്ക് ഇടക്കിടക്ക് ആട്ടണം എന്നുള്ളതുകൊണ്ടായിരുന്നു മുട്ടാതിരുന്നത്. ഇനി ആരും എന്നെ എങ്ങനെ ഉപദ്രവിക്കരുത്. കുറേ ആൾക്കാർ റീന മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് വൈകിച്ച് എനിക്ക് ശരിയായി വരുന്നത്. അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ള ലൈഫിൽ എന്താണ് നടക്കുന്നത് അത് അറിയാനുള്ള നിനക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ ചിരി വരുന്നുണ്ടല്ലേ? പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ കേരളത്തിലെ കുറച്ച് ജനങ്ങളെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിച്ചിരിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. നീ ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് നീ അങ്ങ് പൂർണ്ണ സ്ത്രീയായി, നിന്റെ മണിനാഥം നിലച്ച് നീ അങ്ങ് കട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പം ഇവിടെ ജനങ്ങൾ അത് കേട്ട് പൊട്ടിച്ചിരിച്ച് കുറെ ആൾക്കാർ ആ ഹോസ്പിറ്റലിലോട്ട് സംശയം കൊണ്ടൊന്ന് വിളിച്ചു ചോദിച്ചായിരുന്നു, ജാസി പൂർണ്ണ സ്ത്രീയായോ, അവന്റെ സർജറി കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പം നീ പറഞ്ഞ കുറച്ച് കാര്യമെങ്കിലും കള്ളത്തരമായെന്ന് മനസ്സിലായായിരുന്നു. കാരണം നിന്റെ മണിനാഥം നിലച്ചില്ലെന്നുള്ള കാര്യത്തിൽ. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ ബ്രസ്റ്റിന്റെ 2 ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ സിലിക്കോൺ കയറ്റി വെച്ചപ്പം നീ വിചാരിച്ചു കാണും അതൊരു സ്ത്രീക്ക് തുല്യമായെന്ന്. അല്ലടാ, ഒരു സ്ത്രീക്ക് ദൈവം അറിഞ്ഞു കൊടുത്തതാണ് അവളുടെ മാറിടം എന്ന് പറയുന്നത്. അത് അവള് പ്രസവിക്കുന്ന കുഞ്ഞിന്, ആ കുഞ്ഞിന്റെ പള്ളയിൽ ആദ്യമായിട്ട് ചെല്ലുന്നത് ആ മുലപ്പാല് തന്നെയാണ്. ആ മുലപ്പാല് കുടിച്ച് തന്നെയാണ് ആ കുഞ്ഞു വളരുന്നത്. അപ്പൊ അതിന് തുല്യമായിട്ട് നീ ഏത് കട്ട് ചെയ്തിട്ട് അവിടെ എത്ര സിലിക്കോൺ വെച്ചെന്ന് പറഞ്ഞാലും അതൊരു സ്ത്രീയുടെ അവയവത്തിന് ഇല്ലെങ്കിൽ ആ സ്ത്രീക്ക് തുല്യമാകുമെന്ന് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് വെറും വാക്കാണ്. അത് നിന്റെ വെറും മന്ദബുദ്ധിത്തരമാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നീ എന്താ പറയാ, നിന്റെ കുടുംബത്തിൽ കയറി നിന്റെ അടുക്കള കയറി ഒരുത്തന് നിന്റെ അണ്ണാക്കി കൈയിട്ട് നിന്റെ കുടുംബ ചരിത്രം അറിഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയ വന്ന് പറയാൻ പോയിട്ടില്ല. നീ ആ കുണ്ടന്റെ കൈക്കും പിടിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ കൂടെ നടന്ന് പല തോന്നിയവാസങ്ങളും കാണിച്ചു കൂട്ടിയപ്പോൾ നീ അന്നേരം ചിന്തിച്ചില്ലായിരുന്നോടാ നിനക്ക് ഇതോണക്കുള്ള കാര്യങ്ങളൊക്കെ വരും, പലരും നിന്നെ പറക്കിട്ട് ട്രോളൊന്നും ഇല്ല. അന്നേരം വേണ്ട, നിനക്ക് റീച്ച് ആയിരുന്നു. ഇപ്പൊ നിനക്ക് റീച്ച് ആയപ്പോൾ നിന്റെ തൊര തിരക്കിയ ആൾക്കാർ ഇറങ്ങി, നിന്റെ തൊര തിരക്കിയ ഒരു കുഞ്ഞുങ്ങളും ഇവിടെ ഇറങ്ങിയിട്ടില്ല. നീ ഇല്ലാത്ത കള്ളത്തരങ്ങൾ വിളിച്ചു കൂവിയപ്പോൾ ഇവിടെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചിട്ടേ ഉള്ളൂ. അത് ഇനിയും തുടർച്ചയായിട്ട് തന്നെ കാണും. കാരണം നിന്റെ മണിനാഥം നിൽക്കും കാലം വരെ അതിനൊരു യാതൊരു മാറ്റമില്ല. പിന്നെ നീ ഇപ്പൊ നടത്തിയ സർജറി ഇവിടെ കുറെ ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയാണെന്ന് ഇവിടുത്തെ ഏതൊരു കുഞ്ഞുങ്ങൾക്കും അറിയാം. കാരണം നീ കുറെ സ്ത്രീകളെ ആണുങ്ങളെ എല്ലാം ഒന്നേ പോലെ അപമാനിച്ചപ്പം നിനക്കെതിരെ ആൾക്കാരെ ഒന്നടങ്കം തിരിഞ്ഞപ്പം നീ പെട്ടെന്ന് കണ്ട ഒരു സംവിധാനമാണ് ഈ സർജറി, ബ്രസ്റ്റ് സർജറി. അത് നിനക്ക് ഏത് നിമിഷം വേണമെങ്കിലും റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ളത്. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നത്, നിനക്ക് തറയിലത്തെ റിമൂവ് ചെയ്യാൻ നിനക്ക് ചുണയുണ്ടോടാ? നിന്റെ അവിടെ നിനക്ക് സർജറി ചെയ്യാൻ ചുണയുണ്ടോടാ? എങ്കിൽ നിനക്ക് എതിരെ ഈ പറയുന്ന വാക്കുകളെല്ലാം ഞാൻ തിരിച്ച് നിനക്ക് നന്മയുടെ രീതി പറഞ്ഞു തരും. പക്ഷെ നിന്നെ ആരെങ്കിലും ട്രോൾ ചെയ്യാൻ അവരെയും തിരിച്ചു പറക്കിയിട്ട് ഞാൻ ട്രോളും. അതാണ് ഞാൻ പറയുന്ന വാക്കാണ്. നിനക്ക് ചെയ്യാൻ ചുണയുണ്ടോടാ ജാസി? നിനക്ക് ആ സർജറി ചെയ്യാൻ നീ ഒന്ന് പേടിക്കും, ഒന്ന് ഭയക്കും. പിന്നെ നീ എന്താ പറഞ്ഞ, നീ കുറച്ച് സ്ത്രീയായി വരുന്നു, നീ കോപ്പാവുന്ന കോപ്പ് അങ്ങനെ തന്നെ പറയും. നിനക്ക് ചുണയുണ്ടോടാ? നിന്റെ സാമാനം മുറിച്ചിട്ട് നിനക്ക് ഒരു സ്ത്രീ ആവാം. എത്രയോ ആൾക്കാരാണെന്നറിയാം ഇതുപോലെ ജാസി എടുത്ത് വെച്ച് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇനിയിപ്പോൾ എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു എന്നെങ്കിൽ പോലും അതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് എന്താ പറയുക, വിളമ്പേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതെ, കൗതുകം ലേശം കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വന്ന് എന്തോ സർജറി ചെയ്തു. അത് എന്തായാലും ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ ബ്രസ്റ്റ് സർജറി ആയിരിക്കണം. കാരണം ജാസിയുടെ വായിൽ നിന്ന് തന്നെ അതൊക്കെ വീണു.
അപ്പോൾ ആ ഒരു സർജറിക്ക് ശേഷം വന്ന് ഞാൻ പൂർണ്ണ സ്ത്രീയായി മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പിളക്കിയപ്പോൾ ആലോചിക്കണമായിരുന്നു ഇതുപോലെ ആൾക്കാരുടെ എടുത്ത് വെച്ച് ട്രോളുമെന്നും റിയാക്ട് ചെയ്യുമെന്നൊക്കെ. എന്തായാലും ഇപ്പോൾ ജാസിയുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരം തന്നെയാണ്. കാരണം അത്രത്തോളം നാണം കെട്ടൊരവസ്ഥയാണ്.